അതിഥികൾക്കും മറ്റൊക്കെ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ, അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിലൊരു തെറ്റിദ്ധാരണ. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം അപ്പോയിന്റ്മെന്റ് ഒക്കെ ആക്കി സമയമൊക്കെ നിശ്ചയിച്ച് വളരെ ബഹുമാനത്തോടെ പോയി ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ആള് മാത്രമല്ല അതിഥി. വിരുന്ന് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സഹോദരൻ വന്നു, യാദൃച്ഛികമായി എന്തോ ഒരു വിഷയത്തിന് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ വെറുതെ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. അത് വലിയൊരു സംഗതിയാണ്. ഒരാളെ, ഒരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അംഗീകാരമുള്ള സംഗതിയാണ്. ഒരാൾ തന്റെ സഹോദരനെ, മറ്റൊരു നാട്ടിലുള്ള സഹോദരനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലാഹു തആല വഴിമധ്യേ ഒരു മലക്കിനെ നിർത്തുകയും, ആ മലക്ക് മനുഷ്യരൂപത്തിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഈ അടുത്തൊരു നാട്ടിലേക്ക് പോവാണ്. എന്താണ് അവിടെ ആവശ്യം? ഒന്നുമില്ല, എന്റെ ഒരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് നേരിട്ട് കാണുക എന്ന് പറയുന്നത്, മറ്റെന്തെല്ലാ കമ്മ്യൂണിക്കേഷന്റെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നേരിൽ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയാണല്ലോ. അതൊക്കെ ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. എല്ലാം നമ്മുടെ മീഡിയകളെ കൊണ്ട് ഒപ്പിച്ച്, ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങൾ കൊണ്ട് എല്ലാം എന്ത് ചെയ്യാണ്, ബന്ധങ്ങളൊക്കെ അങ്ങനെ ഒപ്പിക്കാം. അങ്ങനെ പോരാ, അങ്ങനെ ബന്ധപ്പെടണം നല്ല തന്നെ. അതേ സമയത്ത് ഇടക്കൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ. ഞാൻ എന്റെ സഹോദരനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഒരു ലക്ഷ്യമില്ല, അതല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. ഞാൻ അള്ളാഹുവിന്റെ വഴിയിൽ, മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ആ നാട്ടിലുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ആ മലക്ക് പറഞ്ഞു, മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, അള്ളാഹു തആല എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങൾ ആ സഹോദരനെ സ്നേഹിച്ച് അദ്ദേഹത്തെ കുറച്ച് സാഹസികമായി യാത്ര ചെയ്ത് പോയി സന്ദർശിക്കാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചതുപോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മഹബത്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളെ സന്തോഷം അറിയിക്കാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ചതാണ് എന്ന് മലക്ക് പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.